CPIM നേതൃത്വത്തിനെതിരെ ആരോപണവുമായി വീണ്ടും മുൻ മന്ത്രി ജി സുധാകരൻ. കായംകുളത്ത് മത്സരിച്ചപ്പോൾ കാലുവാരിയെന്ന് ജി സുധാകരൻ ആരോപിച്ചു. UDFന് മുൻതൂക്കമുള്ള സീറ്റുകളിലാണ് മത്സരിച്ച് വിജയിച്ചതെല്ലാം. കാലുവാരൽ കലയായി കൊണ്ട് നടക്കുന്നവർ കായംകുളത്തുണ്ടെന്നും ജി സുധാകരന്റെ ഒളിയമ്പ്. ഞാനിവിടെ വന്നാൽ മുഖത്തല്ല നോക്കുന്ന കാലയിലോട്ടാണ് നോക്കുന്നത്. ആൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളുകളെല്ലാം കൂടി കൈയടിച്ചു. ഏതോ ഒരു നേതാവിന് ഇഷ്ടപ്പെട്ടില്ല, അയാളായിരിക്കും കാലുവാരി നാളായിരിക്കും. നായനാരാണ് ഇത് ആദ്യം പറഞ്ഞത്. ഞാനിവിടെ MLA ആയിരിക്കും, ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വലിയൊരു മഹാസമ്മേളനം നടക്കും. അദ്ദേഹം പറഞ്ഞു, നിന്നെ ഒന്നും ഞാൻ വിശ്വസിക്കത്തില്ല. മുമ്പിരിക്കുന്ന നായനാട് പറയും, ആർക്ക് വിരോധമില്ല. ഒരാളെയും ഞാൻ വിശ്വസിക്കുന്നത് കാലുവാരുന്ന ഒരാൾ. എല്ലാവരും വാരുന്നതെന്നല്ല, അതൊരു കലയിൽ ശാസ്ത്രവുമായി കൊണ്ടു നടക്കുന്ന ഒരു കുറച്ചാളിവിടെയുണ്ട്. അതിപ്പോഴും ഉണ്ട്, നാളെ ഉണ്ടാവും, ഇന്നലെയുണ്ട്. ഞാനും അനുഭവിച്ചാൽ നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം. അതാ ഇടതുപക്ഷം. മനസ്സിലൊന്ന് കരുതുക, പുറകിൽ ഉടുപ്പേണ്ട കടാല ഇങ്ങനെ ഒളിച്ചു പിടിക്കുക, കൂട്ടുക. ഇതൊന്നും ശരിയല്ല. തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി VA ഗിരീഷ് ചേരുന്നുണ്ട്. ഗിരീഷ്, ഇതാദ്യമായിട്ടല്ല ജി സുധാകരൻ പാർട്ടി നേതൃത്വത്തിനെതിരെ, പാർട്ടിയിലെ വിഭാഗീയ പ്രവർത്തനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നത്. ഇന്നിപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള വിമർശനങ്ങളാണ് ജി സുധാകരൻ ഉന്നയിച്ചിരിക്കുന്നത്? കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സ് ശുദ്ധമായിരിക്കണം, പുറകിൽ കടാര കൊണ്ട് നടന്ന് കുത്തുകയല്ല വേണ്ടത് എന്നത് സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ, അതായത് കാലുവാരൽ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണോ ജി സുധാകരൻ വിശദീകരിക്കാൻ ശ്രമിച്ചത്? എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ഉള്ളടക്കത്തിന്റെ വിശദാംശങ്ങൾ? ഗോപികൃഷ്ണൻ, ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിൽ CPM-ൽ നിലനിൽക്കുന്ന തർക്കം. ആ തർക്കത്തിന് പരിഹാരമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിന്റെ ചില പ്രതിഫലനമാണ് ഇപ്പോൾ മുൻ മന്ത്രി ജി സുധാകരന്റെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് താൻ മുമ്പ് കായംകുളത്ത് മത്സരിച്ചപ്പോൾ തന്നെ കാലുവാരി എന്നുള്ള ആരോപണമാണ് ജി സുധാകരൻ ഉന്നയിക്കുന്നത്. ഈ കാലുവാരലിന് നേതൃത്വം നൽകിയത് അന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുമതലയുണ്ടായിരുന്ന സെക്രട്ടറി കൂടിയായിരുന്നു എന്നുള്ളത് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്യുന്നു. അതോടൊപ്പം കാലുവാരൽ ഒരു കലയായും ശാസ്ത്രവുമായും കൊണ്ടു നടക്കുന്നവർ ഇപ്പോഴും കായംകുളത്തുണ്ട് എന്നുള്ളതാണ് ജി സുധാകരൻ പറയുന്നത്. മത്സരിച്ച് വിജയിച്ചതെല്ലാം UDFന് മുൻതൂക്കമുള്ള സീറ്റുകളിലാണ് താൻ മത്സരിച്ചത്. അതോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അദ്ദേഹം ചൂണ്ടിക്കാട്ടിക്കുന്നത് ഇടതുപക്ഷക്കാരുടെ മനസ്സ് ശുദ്ധമായിരിക്കണം എന്ന ഒരു വിമർശനം കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. ഗോപികൃഷ്ണനിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ഇദ്ദേഹം ആദ്യമായിട്ടല്ല കായംകുളത്ത് പാർട്ടിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പും അന്ന് പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ജി സുധാകരൻ വളരെ രൂക്ഷമായി തന്നെ കായംകുളത്തെ പാർട്ടിയെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് എവിടെ മത്സരിക്കാൻ താല്പര്യമുണ്ടോ, എവിടെയാണ് മത്സരിക്കുക, കായംകുളത്തായിരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതിനേക്കാൾ രൂക്ഷമായിരുന്നു. കാരണം കായംകുളത്തേക്ക് താൻ ഒരു കാരണവശാലും പോകില്ല, മത്സരിക്കണമെന്ന് താല്പര്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ മറ്റെവിടെങ്കിലും ആയിരിക്കും മത്സരിക്കുക, അവിടെ കായംകുളത്ത് ഉള്ളവരെല്ലാം കാലുവാരുന്ന ആൾക്കാരാണ് എന്നുള്ളതാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. സ്വാഭാവികമായും അദ്ദേഹം തന്റെ മുൻകാലത്ത് അല്ലെങ്കിൽ മുമ്പ് മത്സരിച്ചപ്പോൾ തനിക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു വിമർശനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഏതായാലും ഇതിനേക്കാൾ രൂക്ഷമായ വിമർശനം അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയിരുന്നു. അപ്പോഴും പാർട്ടി ഇതിനെ ഒരു മുതിർന്ന നേതാവ് നടത്തുന്ന ചില വിമർശനങ്ങൾ എന്നുള്ള ഒരു രീതിയിലാണ് കണ്ടത്. മാത്രമല്ല പലപ്പോഴും പാർട്ടി ഇക്കാര്യത്തിൽ പറഞ്ഞിരുന്നത് ജി സുധാകരന്റെ വിമർശനങ്ങൾ പാർട്ടിക്ക് ഗുണം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന ഒരു വിലയിരുത്തലായിരുന്നു. ഏതായാലും ഇപ്പോൾ ജി സുധാകരൻ നടത്തിയിരിക്കുന്ന ഈ വിമർശനങ്ങൾ സ്വാഭാവികമായും പാർട്ടി നേതൃത്വം പരിശോധിക്കും. ഇതിനുശേഷമുള്ള നടപടികളായിരിക്കും പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുക. ഏതായാലും ഈ തുറന്നു പറച്ചിലുകൾ ആലപ്പുഴ ജില്ലയിലെ CPM-നുള്ളിലെ തർക്കത്തിൽ ഒരു വലിയ ഒരു വിപ്ലവം തന്നെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചില വിമർശനങ്ങളാണ് നടത്തിയിരിക്കുന്നത്, പ്രത്യേകിച്ചും കായംകുളത്തെ പാർട്ടിയുടെ കാര്യത്തിൽ. ഗിരീഷ്, ഈ കായംകുളത്തെ പാർട്ടിയിലെ വിഭാഗീയതയെക്കുറിച്ച് മാത്രമാണോ ജി സുധാകരൻ പരാമർശിച്ചത്, അല്ലെങ്കിൽ ജി സുധാകരന്റെ പ്രസംഗത്തിന്റെ ഉള്ളടക്കത്തിലുള്ളത്? അതല്ല, ഈ CPM-ന്റെ നിലവിലെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലുകൾ സംബന്ധിച്ച കാര്യങ്ങളിലെ അതൃപ്തിയും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിഴലിച്ചു? ഗോപികൃഷ്ണൻ, അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ഈ കായംകുളത്തെ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതിലാണ് അദ്ദേഹം ഈ കാലുവാരൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത്. തന്നെ ഒരു കാരണവുമില്ലാതെ മുമ്പ് കായംകുളത്ത് മത്സരിച്ചപ്പോൾ തോൽപ്പിക്കുകയായിരുന്നു എന്ന വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജി സുധാകരൻ ഈ പാർട്ടിക്കെതിരെയുള്ള വിമർശനങ്ങൾ പതിവാക്കിയിരിക്കുകയാണ് എന്നൊരു സത്യമാണ്. കാരണം മുമ്പ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടൊക്കെ പാർട്ടി പ്രവർത്തകർ ചില അതിക്രമ
അതിക്രമങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഈ പാർട്ടിക്കാരെ മാത്രമല്ല നമുക്ക് വേണ്ടത്, പാർട്ടിക്ക് പുറത്തുള്ളവരെയും നമുക്ക് വേണം തുടങ്ങിയ വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. പാർട്ടിക്കാരുടെ വോട്ട് കൊണ്ട് മാത്രമല്ല CPIM അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ജയിക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ പക്ഷേ അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത് കായംകുളത്തെ പാർട്ടി നേതാക്കന്മാരെ കുറിച്ച് മാത്രമാണ്. പക്ഷെ അദ്ദേഹം അപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. സുധാകരന്റെ പരാമർശങ്ങൾ ഉണ്ടായത് കായംകുളത്തെ പാർട്ടി പ്രവർത്തകരെ കുറിച്ചാണ്. പുറകിൽ നിന്ന് കുത്തുന്നവർ, കാലുവാരുന്നവർ, അവർ പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്, ഇനിയും ഉണ്ടാകും എന്ന പരാമർശവും അദ്ദേഹം നടത്തിയിരിക്കുന്നു. പാർട്ടി നേതൃത്വം സ്വാഭാവികമായും ജി സുധാകരനെ പോലെ ഒരു മുതിർന്ന നേതാവിന്റെ ഈ തരത്തിലുള്ള വിമർശനാത്മകമായ പരാമർശങ്ങളെ കുറിച്ച് പരിശോധിക്കും. VA ഗിരീഷ്, ഞങ്ങളുടെ പ്രതിനിധി, ജി സുധാകരൻ നടത്തിയ പ്രസംഗത്തിന്റെ ഉള്ളടക്കത്തിന്റെ വിശദാംശങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.